അമല സിസ്റ്റർ ബോഡി ഐഡന്റിഫൈ ചെയ്തു. യെസ് സർ. ആരാ? ഒരു രാജു നമശിവായ. മൂകാംബിയിൽ 3 മണ്ഡലം ഭജനമിരുന്ന് ദേവി തന്ന കുഞ്ഞാ കിടക്കണേ. ആരാ? സ്വാമിയാർ മഠത്തിൽ നമശിവായൻ സ്വാമി, രാജുവിന്റെ അച്ഛൻ. തീ പിടിച്ച മനസ്സുമായി അശ്വത്ഥാമാവിനെ പോലെ അലയുകയായിരുന്നു അവൻ. ദാ ഇപ്പൊ ഗതി കിട്ടാത്ത ആത്മാവായി ഒടുങ്ങി എന്റെ കുട്ടി. എന്റെ മകനെ കൊന്ന ആരാണ് സാർ? പറയാ, അവനെ പിണവാക്കിയത് ആര്? അതാരായിരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും സ്വാമി. ജമാലെ, തനിക്ക് എന്ത് തോന്നുന്നു ജമാൽ? അങ്ങനെ അങ്ങ് ആത്മഹത്യ ചെയ്ത് തോറ്റുവരുന്ന ഭീരുവൊന്നുമല്ല അവൻ. ആ, ഇതാരോ കൊന്ന് കോറിയിൽ വലിച്ചെറിഞ്ഞാണ് സാർ. ഷുവർ. മെഷർ ടു മെഷർ, ബ്ലഡ് ഫോർ ബ്ലഡ്. വാട്ട് യു മീൻ? യെസ്. ചത്തത് രാജു നമശിവായ ആണെങ്കിൽ കൊന്നത് കാളിയാറച്ചൻ തന്നെ ആവണം. അച്ഛനെ കൊല്ലാൻ അച്ഛന് നേരെ 3 തവണ ബോംബ് എറിഞ്ഞവനാ. പൊഹ്റാനിൽ പൊട്ടിച്ച ആറ്റം ബോംബ് എറിഞ്ഞാൽ പോലും അച്ഛന്റെ ഒരു രോമത്തിന് തീ പിടിക്കില്ല. പിന്നെയാ ഇവന്റെ ഒരു മൊത്താപ്പ്. സർ, കൺട്രോൾ റൂമിൽ നിന്ന് കർത്ത സാർ. യെസ്, അൻവർ റാവുത്തർ. എന്താ കർത്താവേ? സാർ, മാഡം ഇപ്പൊ വിളിച്ചിരുന്നു. സാർ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് ചെല്ലണമെന്ന്. ഓവർ. നോ, ഐ എം ഓൺ ഡ്യൂട്ടി. ഇനി വിളിച്ചാൽ ഞാൻ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് പറഞ്ഞേക്കൂ. അല്ല സാർ, വീട്ടിൽ സാറിനെ കാത്തൊരു ഇൻഫോമർ വന്നിരിപ്പുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ചിലപ്പോ ഒരു വാല്യുബിൾ ക്ലൂ. ഓക്കെ. ആരാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്? അകത്തുണ്ട്. തമ്പ് ചായ എടുക്ക്. ശരി. ഇരിക്കണം. ഞാൻ അറിയാം, അഡ്വക്കേറ്റ് സിസ്റ്റർ അമല. നോ വണ്ടർ, സാധാരണമല്ലാത്തത് എന്തും ഒരു പോലീസ് ഓഫീസർക്ക് നോട്ടബിൾ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ പറ്റി. പുവർ മാൻസ് അഡ്വക്കേറ്റ് എന്ന് ബാർ അസോസിയേഷനിലും പുറത്തും അറിയപ്പെടുന്ന സിസ്റ്റർ അമല. ലെറ്റ് us come to the point, sir. എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയും. എങ്ങനെ? ഫാദർ ക്ലെമൻ കാളിയാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് എന്റെ കയ്യിലുണ്ട്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അയാളെ കുരുക്കുവാനുള്ള തെളിവുകൾ. Come on, tell me. പറയുന്നതിന് മുൻപ് SP എനിക്ക് ഉറപ്പ് തരണം, ഈ തെളിവുകളൊന്നും നശിപ്പിച്ചു കളഞ്ഞ് അച്ഛനെ രക്ഷപ്പെടുത്തില്ലാന്ന്. സിസ്റ്റർക്ക് എന്നെ സംശയമുണ്ടോ? ഇക്കാര്യത്തിൽ 100% ആരെയും വിശ്വാസമില്ല എനിക്ക്. ഓക്കെ, സിസ്റ്റർ തരുന്ന തെളിവുകൾക്ക് ഒരു സാക്ഷി. എന്റെ സുപ്പീരിയർ ഓഫീസർ, ലോ ആൻഡ് ഓർഡർ IG ജെയിംസ് ജോർജ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം സിസ്റ്റർ തെളിവുകൾ വെളിപ്പെടുത്തിയാൽ മതി. അഗ്രീഡ്. ആയിരത്തോളം വരുന്ന യുവാക്കളുടെ ഒരു ഫോഴ്സിനെ മാർഷൽ ആർട്സ് അടക്കമുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അച്ഛൻ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് കാളിയാർ കോട്ടയിൽ. ഈ അച്ഛൻ തന്നെ കാശ് മുടക്കി കേസ് പറഞ്ഞ് ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഡോസിയർ ക്രിമിനലാണ് അവരുടെ ലീഡർ. പേര് സ്റ്റീഫൻ. ഓഹോ. കാളിയാറച്ചന്റെ ഓർഫനേജിൽ ബോംബ് സ്ഫോടനം നടത്തിയത് രാജു നമശിവായം എന്നൊരാളാണ്. അയാളുടെ ശവശരീരം ഇന്ന് രാവിലെ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തു. ഇതിന്റെ പിന്നിലും കാളിയാറച്ചന്റെ കൈകളാണ് സർ. ചോദിച്ച് മൂർച്ച പോയ അതേ ചോദ്യം തന്നെ വീണ്ടും തന്നോട് ഞാൻ ചോദിക്കുക. ഇതൊക്കെ വിളിച്ചു പോവാനല്ലാതെ തെളിയിക്കാൻ വല്ല തുരുമ്പുണ്ടോ തന്റെ കയ്യിൽ? ഐ മീൻ സോളിഡ് എവിഡൻസ്. ഓഫ് കോഴ്സ് സർ. 1 minute. സിസ്റ്റർ, പ്ലീസ് കം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമല, ഇരിക്കൂ. അത് ശരി, അച്ഛനെ തോപ്പിക്കാൻ കുരിശുമായി വന്നിരിക്കുന്നത് ഒരു അമ്മച്ചി തന്നെയാണല്ലോ. അതും ഒരു പാവം പുരോഹിതന്. No, he's not a priest. He's an anti-episcopal, anti-evangelical, anti-papal prudent person. സുവിശേഷത്തിന്റെ പേരിൽ നാട് മുഴുവൻ കുരുതിക്കളങ്ങൾ തീർക്കുന്നവനെ തളയ്ക്കാൻ ഇനിയെങ്കിലും അല്പം ധൈര്യം കാണിച്ചൂടെ? ആര് ധൈര്യം കാണിക്കണമെന്നായി വാദിക്കുന്നേ? ജെയിംസ് ജോർജ് എന്ന ലോ ആൻഡ് ഓർഡർ ഇൻസ്പെക്ടർ ജനറൽ. എന്റെ ഈശോയെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? നിങ്ങളൊക്കെ എന്നതാ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ സിസ്റ്ററെ, ഞാൻ ഇരിക്കുന്നത് പഴയ ദിവാൻ CPയുടെ കനക സിംഹാസനത്തിലൊന്നുമല്ല,
ഇയാൾ 5 രൂപ പോലീസും അല്ല. എന്റെ തലയ്ക്ക് മുകളിലേ ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ട്, അരിവാള്. മനസ്സിലായില്ല അല്ലേ? സർക്കാര് ഈ സുവിശേഷത്തേലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. സുവിശേഷം, കാളിയറച്ചന്റെ സുവിശേഷം എന്ന് പറയൂ. വിശക്കുന്നവന്റെ വായിൽ പാലും റൊട്ടിയും തിരികെ കൊടുത്ത് അതിന്റെ പ്രതിഫലമായി അവന്റെ മനസ്സിൽ നിന്നും അവന്റെ ഈശ്വരനെ വലിച്ചു പറിച്ചെടുത്ത് കീറിക്കളയുന്ന സുവിശേഷം. അതല്ല ക്രിസ്തുവിന്റെ ലോർഡ്സ് പ്രേയർ. നിക്കോ സ്റ്റീരിയോവിൽ 10,000 വാട്ട്സിൽ വിശ്വാസികളെ ഹിസ്റ്റീരിയ പിടിപ്പിച്ച് അലറിക്കുന്നതല്ല സുവിശേഷം. ഫാദർ ക്ലെമൻ കാളിയാർന്നത് അറിയില്ലെങ്കിൽ എനിക്കറിയാം. ആ മനുഷ്യൻ കാരണം അന്തസ്സും അഭിമാനവും ചവിട്ടി അരിക്കപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങളുടെ കഥ എനിക്കറിയാം. ഇനിയും അയാളെ വളർത്തിയാൽ, വളരാൻ വിട്ടാൽ ആസനത്തിൽ മുളച്ച തണൽ മരം പോലെ കൊണ്ടു നടക്കണം. നടന്നേ പറ്റൂ. വല്ല NH-ലോ MC റോട്ടിലോ KK റോട്ടിലോ ഇറക്കാൻ നിൽക്കുന്ന തെണ്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ചളുക്കാൻ മാത്രമുള്ള ആരോഗ്യവും ശേഷിയേ എനിക്കിപ്പോ ഉള്ളൂ. പിന്നെ അച്ഛനെ കുറിച്ച് സിസ്റ്റർക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞോളൂ. ഞാനത് പാസ് ചെയ്തേക്കാം സ്പെഷ്യൽ ബ്രാഞ്ചിന്. സർ, കാളിയാറച്ചൻ ലൈനിലുണ്ട്. അത്യാവശ്യമായിട്ട് സാറിനെന്തോ പറയാറുണ്ടെന്ന്. കണ്ടിട്ട് സർ. ഞങ്ങൾ ഇവിടെ ഒരു സീരിയസ് ഡിസ്കഷനില്ല. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാന്ന് പറയും. സർ, എന്നെ വിശ്വസിക്കാം പൂർണ്ണമായും. ഒരു അറ്റാക്കിന് മുമ്പ് എല്ലാ ലൂപ്പ് ഹോൾസും നമ്മൾ അടച്ചിരിക്കണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സിസ്റ്റർ കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും എന്നെ ഏൽപ്പിക്കൂ. സോറി സർ, ഞാൻ തരില്ല. Now I feel a tricky trap. I'm extremely sorry. കാളിയറച്ചന്റെ ഈ നിൽക്കുന്ന അപ്പോസ്തലന്റെ മുന്നിൽ എവിഡൻസുകൾ അടിയറ വെച്ച് ഒരു വിഡ്ഢിയാവാൻ എനിക്ക് താല്പര്യമില്ല SP സർ. ഞാൻ പോകുന്നു. I feel shame on you, sir. At any cost, I will arrest him. തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ അൻവറേ. I will show you, sir. Let us see. ഒരു ബ്രദറിനെ പോലെ കരുതി ഞാൻ പറയാ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അല്ലെങ്കിൽ തുപ്പാനോ ഇറക്കാനോ കഴിയാതെ കൊക്കിലിരുന്ന് ശ്വാസം മുട്ടി ചത്തുവും. അങ്ങനെ ചാകേണ്ടി വന്നാൽ ഈ കൊക്കിലിരുത്തി തന്നെ ശ്വാസം മുട്ടിച്ച് ഞാൻ കാളിയറച്ചനെ കൊല്ലും. അല്ലാതെ സാറിനെ പോലെ ആസനത്തിൽ മുളച്ച ആ തണൽ മരത്തിന് കീഴെ ഈ 4 കസേരയിൽ മറ്റൊരു 4 തികട്ടി വരുന്നത് വിഴുങ്ങിക്കൊണ്ട് ഞാൻ ഇരിക്കില്ല, സർ. ഐ എം അൻവർ റാവുത്തർ IPS, entirely different from you. ഇതുപോലെ SP-യുടെ വഴിമുടക്കി ഈ കാളിയറച്ചൻ ഉണ്ടാവും. എന്നെ എന്റെ വഴിക്കങ്ങ് വിട്ടേക്കണം. ഇല്ലാല് അതെല്ലാവർക്കും മോശമാണ്, നാശമാണ്. ഈ വെളുത്ത ലോഹയിട്ട് കൊന്ത ഉരുട്ടി കുർബാനയും ചൊല്ലി കുമ്പസാരിപ്പിച്ച് മാത്രം നടക്കുന്ന ഒരു പുളുന്താൻ അച്ഛനാണ് ഞാനെന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. എന്റെ പ്രവർത്തികളിൽ കൈ കടത്തിയാൽ ആ കൈ ഞാൻ വിട്ടു. എന്നോ പിന്നെ താനങ്ങോട്ട് വിശുദ്ധ യൂദാസ്ലീഹയുടെ നൊവേനയ. ഇതുപോലെ സഹിക്കാൻ വയ്യാത്ത കോപം വരുമ്പോ മനസ്സിരുത്തി ചൊല്ലിയാ മതി. കോപം തണുക്കും, വിവേകം വരും. ഡിഗ്രേഷ്യ ഗ്ലോറിയ ഇൻ എക്സലൻസി. കാണാം. നിങ്ങൾക്ക് എന്ത് വേണം? മിയാ കുൽപ്പ, മിയാ കുൽപ്പ, മിയാ മാക്സ് ദിമാ കുൽപ്പ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഒരു കന്യാസ്ത്രീ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിഴയ്ക്കരുത്. പിഴ ചെയ്താൽ അതിനുള്ള ശിക്ഷ ഭീകരമായിരിക്കും. യു ആർ എ നൺ, അൺഫിറ്റ് ടു ഫൈറ്റ്. എന്നെ പൊളിച്ചെഴുതാൻ ശ്രമിക്കരുത് സിസ്റ്റർ. സിസ്റ്റർക്ക് ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയാം. A word is enough for a wise man. So get away from me. സിസ്റ്റർക്ക് ബൈബിളിൽ ഒരു വാക്യം ഓർമ്മയില്ല. ഞാൻ അറിയാതെ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും കൊഴിയുന്നില്ല, ഒരു മഞ്ഞുതുള്ളി പോലും പൊഴിയുന്നില്ല. മറവിൽ നിന്ന് ചെയ്യുന്നത് പകലെന്ന പോലെ ഞാൻ കാണുന്നു. നിങ്ങൾക്ക് മറവായിരിക്കുന്ന ഒന്നും എനിക്ക് മറവാകുന്നില്ല. എല്ലാം ഞാൻ അറിയുന്നു.
എല്ലാം ഞാൻ കാണുന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്. May God bless you. എന്നാ അമ്മച്ചി, എന്നാ പറ്റി? എടാ മോനെ, എന്റെ മോക്ക് കോൺവെന്റിൽ എന്തോ ഏനക്കേട് പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് അവിടം വരെ പോണം. നേരം എടുക്കട്ടെ അമ്മച്ചി, നമുക്ക് പോകാം. നീ ചുമ്മാ ദുസ്വപ്നം വല്ലതും കണ്ടാവോ അമ്മണി? മോൾക്ക് എന്നാ പറ്റാനാ? മോനെ, ഒന്ന് മടത്തിലോട്ട് വിളിക്ക്. എനിക്ക് എന്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണം. അച്ഛൻ മടത്തുനിന്ന് മദർ വിളിക്കുന്നു, വളരെ അത്യാവശ്യം എന്ന് പറഞ്ഞു. ഹലോ അച്ചോ, നമ്മുടെ അമല സിസ്റ്റർ മദറിന്റെ ശബ്ദത്തിന് എന്നതാ ഒരു വിറയല്? സിസ്റ്റർ കണിറ്റ് മരിച്ചു കിടക്കുന്ന അച്ചോ. മദറിന് വായിച്ചറിയില്ലേ? പാപത്തിന്റെ ശമ്പളം മരണം. കാളിയാറച്ചൻ വിളിച്ചിരുന്നു. ക്യൂൻ മേരീസ് കോൺവെന്റിന്റെ കിണറ്റിൽ ഒരു ശവം കിടക്കുന്നു. അത് ആരുടേതാണെന്ന് കൂടി പറ ഡോക്ടർ. സിസ്റ്റർ അമലയുടെ. ഓ ജീസസ്. ഇന്നിനി അൾത്താരയിൽ കയറി ദിവ്യബലി അർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. മനസ്സാകെ കലങ്ങിയിരിക്കുന്നു. കളക്ടർ ബംഗാൾ വിളിച്ച് അവനോട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണം. കേരള ഗവൺമെന്റിലെ മാമച്ചോട് ഇത്രടം വരെ വരാൻ പറയണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ മാമച്ച, എന്താ സംഭവിച്ചത്? ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ടത് സംഭവിച്ചുള്ളൂ. ആ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ എനിക്കത് ഉറപ്പായിരുന്നു. അവരുടെ നടപ്പത്ര ശരിയല്ലായിരുന്നു പിതാവേ. 1-2 പ്രാവശ്യം ഒരു കന്യാസ്ത്രീയെ കാണാൻ പാടില്ലാത്തതൊക്കെ വെച്ച് അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രാക്ടീസ് നിർത്തിക്കൊള്ളാൻ ഞാൻ മടത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. ആടിയ നാവും ഓടിയ കാലും ഒരിക്കലും നിൽക്കുകയില്ല പിതാവേ. അഥവാ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഒടുക്കത്ത ദിപ്പായിരിക്കും. തികഞ്ഞ ധിക്കാരിയല്ലായിരുന്നു അവര്. 2 ദിവസം മുമ്പ് പള്ളിയിൽ വന്ന് എന്റെ അടുത്ത് കുമ്പസരിച്ച സിസ്റ്റർ. അന്നേരം ഏനക്കണമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. എന്തായാലും ചീത്തപ്പേര് കേൾപ്പിക്കുന്നതിന് മുമ്പ് പോയത് നന്നായി. ആനപ്പുണ്ണ് വന്ന ആന നിന്നാലും ചെരിഞ്ഞാലും നാറും പിതാവേ. ഈ സിസ്റ്റർ ജീവിച്ചിരുന്നാലും ചത്താലും ചീത്തപ്പേര നാറ്റവാ. ഇനി നാം എന്തോ ചെയ്യും? മാമച്ചനാവെന്ന് പറഞ്ഞേ. അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാ മാമച്ചൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോ ആദ്യത്തെ ചാവാണോ? അല്ല. ചത്തശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പിതാവാരാ? മിശാമ്പ്രാനാണോ? അതുമല്ല. അപ്പൊ നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കൊച്ചിഷെ കൊന്നതാരാ, കൊച്ചിഷെ കൊന്നതാരാ എന്ന് വെച്ചാൽ ഇങ്ങനെ ലോഹയിട്ടവരൊക്കെ സംശയത്തിന്റെ സൂചിമുനെ നിൽക്കും എരിപൊരിയോടെ. അല്ലേ കളക്ടറെ? രൂപതാധികാരിയുടെയും ജില്ലാധികാരിയുടെയും ചോര ഒരപ്പൻ്റെ തന്നെ അല്ലയോ? സ്വല്പം ചുറ്റിയിട്ടാണെങ്കിലും ഏത് ചോരക്കറയും സർക്കാർ ചെലവിൽ കഴുകിക്കളയാൻ കലക്ടർ പോളച്ച മനസ്സ് വെച്ചാൽ നടക്കത്തില്ലയോ? ഞാൻ വിചാരിച്ചാലൊന്നും നടക്കുകയില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും ഒന്നും നടക്കത്തില്ല. ഒരു കാര്യം പിതാവ് പ്രത്യേകം ഓർമ്മ വെച്ചേക്കണം.
1-2 മണിക്കൂറിനകം ഇത് ലോകം മുഴുവൻ അറിയിക്കും. എവിടുന്നൊക്കെയാ ഭാര്യങ്ങൾ ഓരോരുത്തന്മാർ വരുന്നതെന്ന് മിശാമ്പരം വിചാരിച്ച പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പോലീസുകാരോ പത്രക്കാരോ TV-ക്കാരോ ആര് വന്ന് ചോദിച്ചാലും എങ്കും തൊഴാത്ത മറുപടി അരവിന്ദന് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പുളിപ്പിക്കും മുഴുവനും. നീണ്ടകരപ്പാലത്തെ കയറിയ പോലെ നാറും. ഞാൻ ഇവിടുത്തെ MLA ആയിരിക്കുന്നിടത്തോളം കാലം പിതാവിനും രൂപതയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. മാവച്ചോ ചത്ത സിസ്റ്ററിന് ഒരു ആങ്ങളച്ചെറുക്കുന്നുണ്ട്. കുമ്പസാരവും കുർബാനയും കൂടാത്തൊരു പരീക്ഷ. കരിന്തിരിയാണവൻ. കത്തിക്കയറാതെ നോക്കിക്കോണം. മാമച്ച മാത്രമേ ഉള്ളൂ എന്നും നമുക്ക് വിശ്വസിക്കാൻ. വാഴ്ത്തല്ലേ. കഴിഞ്ഞ തവണ ഓട്ടുകുത്ത് പെരുന്നാളിന് അവിടുന്ന് അപ്പവും വീഞ്ഞു ഓട്ടും വാഴ്ത്തി വിളമ്പിയതേ എന്റെ പന്തിയിലല്ലല്ലോ, തൊടുപുഴക്കാരൻ തോമാച്ചന്റെ പന്തിയിലല്ലേ. ഒരു തെറ്റ് ഏത് മാർപ്പാപ്പായ്ക്കും പറ്റും. ഞാനതങ്ങ് ക്ഷമിച്ചു. വിശപ്പ് സഹിച്ച് സഭയ്ക്ക് വേണ്ടിയും പുന്നശ്ശേരി തിരുമേനിക്ക് വേണ്ടിയും ഈ മാമച്ചൻ പൊരുതും പോരാടും പട നയിക്കും. ഇറ്റലിയിലെ ശവരിയാർ മാർക്കോസിനെ പോലെ. ആ തൃക്കൈ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, എവിടെയാ കിണർ? ബാക്ക് സൈഡിലാണ് സാർ. കമാൺ. മദർ സുപ്പീരിയർ. മദർ, ഈ ആരേത്? സിസ്റ്റർ അമലയുടെ അമ്മയാണ് സാർ. ഞാൻ എന്റെ മോളെ ഒരു നോക്ക് കണ്ടോട്ടെ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോ സാറേ. എന്റെ മോളെ ആത്മഹത്യ ചെയ്യല. നിത്യജീവന് നിരക്കാത്ത ഒരു കാര്യം അവള് ചെയ്യില്ല. ഞാനൊന്ന് അവളെ കണ്ടോട്ടെ. ചേച്ചി സിസ്റ്റർ കാണിക്കരുത് സാറേ. ചേച്ചിക്ക് അത് കാണാനുള്ള ശേഷിയില്ല. എന്റെ മോക്ക് ഈ ഗതി വന്നല്ലോ. പറയല്ലേ ചേച്ചി. ബോഡി ആരാ ആദ്യം കണ്ടത്? സിസ്റ്റർ വിമല. ഫയർഫോഴ്സ് റെഡിയാണ് സാർ. ബോഡി പുറത്തേക്ക് എടുത്തോളൂ സാർ. പതുക്കെ.
റൂം സീൽ ചെയ്യണം. സാർ സാർ എല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തേക്കണം. റിഗർ മോർട്ടിസ്. ബോഡി ഇനി മരവിച്ചിട്ടില്ല. അതായത് മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. ഇപ്പൊ സമയം 9:10. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ആയിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത്. എഴുത്തച്ഛാ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. സാർ, മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാച്, ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും പാപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്ന ഒറ്റ യാചനയെ എനിക്കുള്ളൂ. എൻ്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് സിസ്റ്റർ അമല. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്നും കിട്ടിയ സൂയിസൈഡ് നോട്ടാണ്. മദറിനാണ് ഈ കത്ത്. സിസ്റ്റർ അമലയുടെ ഈ കുമ്പസാര കത്തിന് മറുപടി മദർ പറഞ്ഞേ പറ്റൂ. എനിക്കൊന്നും പറയാനില്ല. ഇതാണ് മറുപടിയെങ്കിൽ ഇപ്പൊ മദറിന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരിയല്ലേ? അല്ല. യെസ്. ലോകം, ശരീരം, പിശാച് ഇവ മൂന്നും കൊണ്ട് സിസ്റ്റർ അമല ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇല്ല, എനിക്കൊന്നും അറിയില്ല. അറിയാം, മദറിനറിയാം. ഈ കത്തിലെ വരികൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ പീഡനം സഹിക്ക വയ്യാതെയാണ് സിസ്റ്റർ അമല ജീവിതം അവസാനിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ മദറിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കിടന്നത്? 10 മണിക്കാണ് ഞാൻ ഉറങ്ങാറ്. മദറിന്റെ ഉറക്കത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. സിസ്റ്റർ അമല ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ കിടന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അതെനിക്കറിയാൻ മേല. പിന്നെ എന്തറിയാം? ഞാനിതിന് നേരത്തെ കിടന്നു. മരിച്ച അമല സിസ്റ്ററുടെ റൂം ക്ലീൻ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇന്നലെ ഉച്ചയ്ക്ക് അടിച്ചു വാരിയിട്ടതാണ്. ഉറപ്പാണല്ലോ? അതെ, ഞാൻ ഇന്നലെ ആ മുറി ക്ലീൻ ചെയ്തത്. അപ്പോ അമല സിസ്റ്റർ റൂമിലുണ്ടായിരുന്നു? ഇല്ല, കോടതിയിൽ പോയിരിക്കായിരുന്നു. ഈ സിസ്റ്റർ അമല ആളെങ്ങനെ എല്ലാം വലിച്ചു വാരിയിടുന്ന കൂട്ടത്തിലാണ്? അല്ല. പിന്നെ ആരാണ് ആ മുറിയാകെ ഇളക്കി മറിച്ചിട്ടത്? ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ആരൊക്കെയായിരുന്നു സിസ്റ്റർ അമലയുടെ വിസിറ്റേഴ്സ്? പ്രത്യേകിച്ച് അങ്ങനെ ആരും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ആരും വന്നിട്ടില്ല എന്നല്ലല്ലോ. ഈ പ്രത്യേകിച്ച് എന്ന വിശേഷണത്തിൽ പെടാത്ത ആരൊക്കെ വന്നു? ആരും വന്നിട്ടില്ല. എത്ര മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം? 5 മണി വരെ. 5 മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ സാധാരണ നിലയിൽ പ്രവേശനം അനുവദിക്കില്ല. അപ്പൊ വരുന്നത് അസാധാരണക്കാരനാണെങ്കിൽ പ്രവേശനം അനുവദിക്കും അല്ലേ? ആര് വന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ പേരെഴുതി വെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സിസ്റ്റർ അമല അടക്കം 30 പേർ. ഓക്കെ മദർ. വൺ മോർ ക്വസ്റ്റ്യൻ. സിസ്റ്റർ അമലയുടെ മരണം ആദ്യം വിളിച്ചറിയിച്ചത് ആരെയാണ്? അത് പറയണം. ഫാദർ ക്ലെമൻ കാളിയാറിനെ. ഓഹോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? വിമല. സിസ്റ്റർ വിമലയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. എനിക്കതറിയണം. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. മൈഥിലി. യെസ് സർ, ഇവരൊക്കെ ഇന്നലെ രാത്രി കോൺവെന്റിൽ ഉണ്ടായിരുന്നവരാണ്. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് നടക്കുന്നവരാ സാറേ. എപ്പോഴാ ഇവിടെ വന്നത്? ഇന്നലെ സന്ധ്യയ്ക്ക് പേരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നവരാണ് സാർ. ഇവരുടെ പേരൊന്നും ഈ വിസിറ്റേഴ്സ് ബുക്കിലില്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം. ഞങ്ങൾക്കും ഇന്ന് തന്നെ പോണം. എഴുത്തച്ഛൻ, ഇവരെ വേഗം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കോളാമേ. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കുഞ്ഞാടുകളെ, വെള്ളരിപ്രാവുകളെ, മാടപ്രാവുകളെ, കണ്ണാട വെച്ച പ്രാവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണം. കർത്താവേ, വരണം മദർ. ഇന്നലെ വിസിറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അല്പം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അതൊന്നാമത്തെ കള്ളം. ആ പോയ 5 പേരും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്ത രഹസ്യ അതിഥികളാണെന്നുള്ളത് രണ്ടാമത്തെ കള്ളം. ഇനിയുണ്ടോ ഇത്തരം രഹസ്യാതിഥികൾ വേറെ? കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല മദർ.
കാലമായി വായന തുടങ്ങിയിട്ട്? 3-4 വർഷമായേ. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണേ. എന്നാ വായിക്കാൻ കേക്കട്ടെ. ഞാൻ എന്റെ പ്രിയന്റേതാണ്, അയാൾ മോഹിക്കുന്നത് തന്നെയാണ്. എന്റെ പ്രിയൻ എന്നോട്. മതി, ഇങ്ങനെ വായിച്ചാൽ നിങ്ങളുടെ വയറ്റി പഴുപ്പ് വരും. ഇന്നലെ പകല് എത്ര മണി വരെ വായിച്ചു? വൈകിട്ട് 5 മണി വരെ. അത് കഴിഞ്ഞ് കോൺവെന്റിലെ ഹോസ്റ്റലിൽ വന്ന് കിടന്നു. വന്ന ഉടനെ കിടന്നോ അല്ല പിന്നെയും വായിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങിപ്പോയി. ശരിയാ, നല്ല ക്ഷീണം കാണും. ഈ വായന എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലേ. ഇന്നലെ രാത്രി മഠത്തിനകത്ത് എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്ക് എല്ലാം അറിയാം. സത്യനോട് തുറന്നു പറയണം. എനിക്കൊന്നും നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വിൽക്കും വെച്ചാ വായിക്കാൻ നടക്കണേ. നിങ്ങൾ വരാം. കർത്താവാണ് സത്യം, എനിക്കൊന്നും അറിയില്ലേ. എന്താ കർത്താവെന്ന് വിളിച്ച വിളിയേക്കാൻ കർത്താവാണോ നിങ്ങളുടെ ഭർത്താവ്? നിങ്ങളുടെ പേരെന്താ? ക്ലാര വെറോണി എസ്തപ്പാൻ. എന്താ? ക്ലാര വെറോണി എസ്തപ്പാൻ. ഞാൻ നിങ്ങളെ മറിയെന്ന് വിളിക്കും. അപ്പൊ വിളി കേട്ടാ മതി കേട്ടാ. കേട്ടോളാമേ. മൈഥിലി. ഇവരെല്ലാം പേര് നാളെ എഴുതിയെടുത്ത് വിട്ടോളാം. ഞാൻ എപ്പോ വിളിച്ചാലും ഇവിടെ ഒന്ന് വായിച്ചോളാം കേട്ടാ. മറിയം. ഈ മദർ എങ്ങനെയാള്? ഐ മീൻ ഇൻ പേഴ്സൺ. ഇച്ചിരി കൂടിയ സ്വഭാവത്തിലോ അതോ? പറയണം. ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാണ് നടന്നത്? പകൽ ആരൊക്കെ വന്നു പോയി? യെസ്, ടെൽ മീ. ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കാളിയാറച്ചൻ കോൺവെന്റിൽ വന്നത്? പറയണം. അയ്യോ, അച്ഛൻ വന്നോന്ന് എനിക്കറിയാമല്ല. കാണാത്ത കാര്യമൊന്നും ഞാൻ പറയല്ല ഒരിക്കലും. അതിന്റെ അർത്ഥം അച്ഛൻ അവിടെ വന്നിട്ടില്ലെന്നല്ല, വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ? ഇല്ല. അറിയാമെന്നോ? സിസ്റ്റർ കൊച്ചിന് അങ്ങനെ പലതും അറിയാം. അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തിയേച്ച് പരീക്ഷിച്ച് നോക്കണ്ട. വാട്ടിക്കളഞ്ഞലോട് റാവുത്രേ താൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ, മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. നൊവേനയ്ക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേഴണേ. ഇവര് വിളിച്ചാ കർത്താവ് വേഗം കേൾക്കും. മണവാട്ടിമാരല്ലേ. പിന്നെ സിസ്റ്റർ പോയട്ടെ. സിസ്റ്ററെ, ഇയാൾ എന്നേലും പേപ്പറിൽ ഒപ്പിടിച്ചു വാങ്ങിച്ചായിരുന്നു? ഇല്ല. ശരി. താൻ സ്പോട്ടിൽ പോയല്ലേ? പോയിരുന്നു സർ. കണ്ടിട്ട് എന്നാ തോന്നി? ഇറ്റ് വാസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് തന്നോട് ആര് ഒഴിഞ്ഞു? ആരും മൊഴിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് സർ. മിനിമം കോമൺ സെൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. കോമൺ സെൻസ് ക്രാപ്പ്. എടോ, സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നറിയാതെ താൻ എന്നാത്തിന്റെ പേരിലാണ് മഠത്തിലെ സിസ്റ്റർമാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ദേ, തട്ടറിഞ്ഞ് വേഷം കെട്ടിയില്ലേ അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും. പിന്നൊരു കാര്യം, മേലിൽ എന്റെ അനുവാദം അല്ലാതെ മടത്തിന്ന് ആരെ വിളിപ്പിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല. മനസ്സിലായോടോ? സർ, ഷൈൻ ചെയ്യാൻ ഇയാൾ പണ്ടേ മിടുക്കനാ. മസൂറി ക്യാമ്പിൽ വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്നതാ. ഓവർ സ്മാർട്ട് ആകാൻ കിട്ടുന്ന ഒരവസരവും ഇയാൾ പാഴാക്കാറില്ല. എടാ കുണ്ടംപോളെ, കളക്ടർ കല്ലുങ്കൽ പോൾ വർഗീസ് ആയപ്പോ നീ ആ പഴയ പേരങ്ങ് മറന്നു അല്ലേ? ഷട്ട് യുവർ റോട്ടൺ മൗത്ത്. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ക്യാമ്പിലെ ഷൂ ഷൈനർ ചെക്കനെ മുറി കയറ്റി തോന്നിയാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണോടാ നീ എന്നെ നോട്ട് ചെയ്തത്? അല്ലെങ്കിൽ നൂൽബന്ധമില്ലാതെ നിന്ന നിന്റെ അടിനാവി നോക്കി ഞാൻ കാലുമടക്കി തൊഴിച്ചപ്പോഴോ? ഒടിച്ചെടുക്കും ഞാൻ. കണ്ട അണ്ടന്റെ അടോടന്റെ ഒക്കെ ബലത്തിൽ നീ എന്നെ കയറി കൊത്താൻ വന്നാലുണ്ടല്ലോ. സോറി സാർ. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? മന്ത്രി തോമസ് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ബോധിപ്പിക്കാനുണ്ടോ? പാവം ഒരു കന്യാസ്ത്രീയുടെ ചാവുദോഷത്തിന് കടപ്പെട്ടിരിക്കുക ഈ അരമന. അത് മറക്കണ്ട. കുടലും പണ്ടവും കുത്തിക്കീറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേക്ക് എടുത്തിരിക്കുക ആ കോൺവെന്റിൽ. അത് നാം എന്ത് വേണം? ഇനി നാറ്റിക്കാതെ നോക്കണം. ആ സഹോദരിയുടെ ശരീരത്തോട് കാണിക്കാത്ത ദയ ആത്മാവിനോടെങ്കിലും കാണിക്കണമെന്ന് പറയുമായിരുന്നു. നോ, ഇമ്പോസിബിൾ. തൽക്കാലം ദുഷ്ടജാവുകൾക്ക് കിടക്കാൻ ശ്മശാനത്തിന് പുറത്തൊരു കുഴിയുണ്ട്. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഇതിനെയും കുഴി കുത്തി താത്തുന്നുള്ളൂ. സഭാചട്ടങ്ങൾ തോമാച്ചൻ പഠിച്ചിട്ടുള്ളല്ലേ? അത് തോന്നുമ്പോ പൊളിക്കാനുള്ളതല്ല. പൊളിക്കും. ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കിയച്ചു മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ? പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടത്തെ പുന്നാരനിയനെ. ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ പുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി 10-20 എണ്ണത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിയത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. അന്ന് അവിടുന്ന് പെണ്ണുപിടിയൻ കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതിയ ആ പഴയ നിയമമുണ്ടല്ലോ, ഇപ്പൊ ഒന്ന് പൊടി തട്ടി എടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ.
ഒക്കുവോ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്കൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥിക്കൂടമെടുത്ത് തിരിച്ച് തെമ്മാടിക്കുഴിയിലിട്ടിട്ട് ഈ തോമസ് കുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകും. നമുക്കൊന്ന് ആലോചിക്കണം തോമസേ. അതിനുള്ള സമയമില്ല. ശവം കിടന്ന് നാറും. അതിന് നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും. റോമിലോട്ട് ഞാനും വിളിക്കും. ആദ്യം മുതൽ എണ്ണി എണ്ണി പറയും ഞാൻ. ഈ നിഷേധി കോട്ട് കൊടുക്കുന്നത് പണ്ടാ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ സഹിച്ചോ? ലോഹയിട്ട് അന്ന് മുതൽ അച്ഛനെ കർത്താവ് സഹിക്കുന്നില്ലേ? അതിന് വല്ല സഹനമൊന്നും അച്ഛൻ എന്നോട് കാണിക്കണ്ട. പിതാവ് തീരുമാനം പറഞ്ഞില്ല. സെമിത്തേരിൽ അടക്കാൻ ഒക്കുകയല്ലാന്ന് തന്നെയാ പിതാവിന്റെ തീരുമാനം. അത് തീരുമാനിക്കേണ്ടത് കാളിയാറച്ചനല്ല, തിരുമേനിയുണ്ട്. സിസ്റ്റർ അമലയെ എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം.